സോ ഹായ് ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് നോട്ട് കോയിൻ്റെ ഏറ്റവും പുതിയ ഗെയിമിംഗ് പ്രൊജക്റ്റായ ലോസ്റ്റ് ഡോഗ്സിനെ പറ്റിയാണ്. സോ നോട്ട് കോയിൻ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഈ ടെലിഗ്രാം ബോട്ടൊക്കെ ഏറ്റവും ആദ്യം സ്റ്റാർട്ടായിട്ട് കൊണ്ടുവന്നത് ഈ നോട്ട് കോയിനാണ്. സോ അന്ന് മൈൻഡ് ചെയ്തവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. സോ അവർ പുതിയൊരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് നോട്ട് ഗെയിംസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് ലോഞ്ച് ആയ ഗെയിമാണ് ലോസ്റ്റ് ഡോഗ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത് സ്റ്റാർട്ടായിട്ട് ഇന്നലെ രാത്രിയാണ് സ്റ്റാർട്ടായിട്ടുള്ളത്. സോ നമ്മൾ നേരത്തെ കയറുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ നമുക്ക് നോട്ട് കോയിൻ കമ്മ്യൂണിറ്റി അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് കോയിൻ ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വൂഫ് എന്ന് പറഞ്ഞൊരു മീം ടോക്കൺ ആണ്. അത് അണ്ടർ ടോൺ ബ്ലോക്ക് ചെയിൻ വരുന്നൊരു മീം കോയിനാണ് വൂഫ് എന്ന് പറഞ്ഞത്. സോ ഈ രണ്ട് കോയിനാണ് നമുക്ക് ഇതിലൂടെ ഏൺ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് വെറും 6 വീക്ക് മാത്രമേ ഇതിൻ്റെ പാർട്ടിസിപ്പേഷൻ ക്യാമ്പയിൻ ഉള്ളൂ. സോ ഏറ്റവും വേഗം തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. സോ നമ്മളെല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മൾ ആദ്യം കൊടുക്കുന്നത് ടെലിഗ്രാം ചാനലായിരിക്കും. സോ ഒന്നും മിസ് ആവേണ്ടതിനായിട്ട് എന്തായാലും ടെലിഗ്രാം ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ആയിരിക്കും എല്ലാവരും. സോ ഇതിൽ ജോയിൻ ആവാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരുന്നത്. നമ്മുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 3 കാർഡ്സ് ഡെയിലി നമുക്ക് ഇവിടെ അപ്ഡേറ്റ് വരും. അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് സെലക്ട് ആക്കേണ്ടത്. സോ നമ്മൾ സെലക്ട് ആക്കുന്ന കാർഡ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള റിവാർഡ് കിട്ടുന്നതായിരിക്കും. സോ ഇത് പ്യൂർലി ലെഗ് ബേസ്ഡ് ഒരു ഗെയിമാണ്. ജസ്റ്റ് പ്രൊഡിക്ഷൻ മാത്രം നമുക്ക് ചെയ്താൽ മതിയായിരിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്ന ഒരു കാർഡും കാണും, ഏറ്റവും കുറവ് ആൾക്കാർ സെലക്ട് ചെയ്യുന്ന ഒരു കാർഡും കാണും. അപ്പോൾ അതിനിടയ്ക്ക് നിൽക്കുന്ന ആവറേജ് ആയിട്ടുള്ള കാർഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് റാൻഡം ആയിട്ടൊരു കാർഡ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ വോട്ട് വിത്ത് 1 ബോണെന്ന് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കൺഫേം ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരെണ്ണം നമ്മൾ കൊടുക്കുക. അതപ്പോൾ നമ്മുടെ പ്രൊഡിക്ഷൻ അവിടെ സെറ്റ് ആകുന്നതായിരിക്കും. സോ നമുക്കിവിടെ വൂഫ് കോയിൻ ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മേളിൽ. ഇത് ടാപ്പ് ചെയ്യുന്നവർ കാണാം. ഇത് ഓരോരോ ലോഗിൻ ബോണസ് കൊടുത്തേക്കുന്നത്, അതായത് ബൂസ്റ്റർ. അപ്പോൾ ഫസ്റ്റ് ഡേ നമുക്ക് 1 ഇൻറ്റു കിട്ടില്ല. സെക്കൻഡ് ഡേ ആകുമ്പോഴത്തേക്കും 1.1 ആവും, 1.25. അങ്ങനെയാണ് മൾട്ടിപ്ലൈ നമുക്ക് മാക്സിമം നമുക്ക് പോയിട്ട് ഇവിടെ കാണാം. അതായത് 10x വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും വൂഫ് കോയിൻ. പിന്നെ അതുപോലെ താഴെ കുറച്ച് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. സോ അതുവഴി നമുക്ക് അതായത് വൂഫ് കോയിൻ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വോട്ട് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടതാണ് ഈ ബോൺസ് എന്ന് പറയുന്ന സാധനം. നമുക്ക് ഈ ബോൺസ് ഏൺ ചെയ്യാൻ നമുക്ക് ഫ്രണ്ട്സിന് നമുക്ക് ഇവിടെ റെഫർ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ നമുക്കിവിടെ ഡെയിലി ഓരോ ബോൺ നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് ഇനി നെക്സ്റ്റ് റൗണ്ട് വരുന്നത് 3 ഹവേഴ്സിലാണ്. സോ മാക്സിമം നേരത്തെ തന്നെ ജോയിൻ ചെയ്താൽ എല്ലാ റൗണ്ടും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ മാക്സിമം എത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് റിവാർഡ് കിട്ടിക്കൊണ്ടിരിക്കും. ഇത്തരം കാര്യങ്ങൾ ബേസിക്കലി നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ എന്തെങ്കിലും ഫ്യൂച്ചർ അപ്ഡേറ്റ്സും കാര്യങ്ങളും വരെ നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലിലേക്ക് അപ്ഡേറ്റ് കൊടുക്കുന്നത്. സോ അവിടെ എന്തായാലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ പറ്റുമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക.